Welcome all. Myself Neetu Joseph. ഇന്ന് നമ്മൾ ഫാർമക്കോഗ്നസിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഓക്സിറ്റോസിസ് ആണ്. ഓക്സിറ്റോസിസ് ക്ലാസ്സിൽ ഫാർമക്കോഗ്നസി ഓഫ് എർഗോട്ട് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഓക്സിറ്റോസിസ് എന്നുള്ളത് നോക്കണം. ഓക്സിറ്റോസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ യൂട്രൈൻ ആക്ടിവിറ്റീനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഓക്സിറ്റോസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്രൈൻ വോളിൻ്റെ കോൺട്രാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻറ്റ്സ്. ഓക്സിറ്റോസിസിനെ നമ്മൾ വേറെ വിളിക്കുന്ന പേരുകളാണ് യൂട്രോടോണിക്സ് അല്ലെങ്കിൽ യൂട്രൈൻ സ്റ്റിമുലൻസ്. അപ്പോൾ ഓക്സിറ്റോസിസിൽ അല്ലെങ്കിൽ ഓക്സിറ്റോസിസ് ക്ലാസ്സിൽ വരുന്ന ഫാർമക്കോഗ്നസിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രൂഡ് ഡ്രഗാണ് എർഗോട്ട്. അപ്പോൾ എർഗോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എല്ലാത്തിലും ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് പോലെ ഒരു പ്ലാന്റിൻ്റെ പാർട്ടാണ് വിചാരിക്കരുത്. പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഫംഗസ് അല്ലെങ്കിൽ ആ ഫംഗസിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന മരുന്നാണ് നമ്മൾ എർഗോട്ടിൽ യൂസ് ചെയ്യണത്. പക്ഷെ നമുക്ക് ഈ എർഗോട്ടിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. എർഗോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെ ഒന്നാകെ കൊന്നൊടുക്കിയ ഒരു പ്ലാന്റ് ആയിരുന്നു. പ്ലാന്റ് അല്ല, ഫംഗസ് ആയിരുന്നു, അല്ലെങ്കിൽ ഫംഗസിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ എർഗോട്ട് സാധാരണ ഇൻഫെക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ എർഗോട്ടിൻ്റെ ഫംഗസ് സാധാരണ ഇൻഫെക്റ്റ് ആവുന്നത് നമ്മുടെ ബാർലി, ഗോതമ്പ് അതുപോലെ ഉള്ള റൈ പ്ലാന്റ്സിലാണ്. ഈ റൈ പ്ലാന്റിൻ്റെ അകത്ത് എർഗോട്ട് വന്ന് ഇൻഫെക്റ്റ് ആവും. അപ്പോൾ പണ്ട് കാലത്തെ ആൾക്കാർക്ക് നമുക്കറിയാം, ഇപ്പോഴത്തെ ആളുകളെ പോലെ അധികം വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് യൂസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തു, ബ്രെഡും അതുപോലെ തന്നെ റൊട്ടിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഡിസീസാണ് എർഗോട്ടിസം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇത് പ്ലേഗ് പോലെ പെട്ടെന്ന് പടർന്നു പിടിക്കുകയും ഒരുപാട് ആൾക്കാരുടെ മരണത്തിനിടയാവുകയും ചെയ്തു. മെയിനായിട്ട് ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് അഫക്റ്റ് ചെയ്യുക. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്തിട്ട് പാരാലിസിസ്, അതേപോലെ തന്നെ മെൻ്റൽ ഡിസ്റ്റർബൻസസ്, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് ഭയങ്കര സിവിയർ കണ്ടീഷനായിരുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ക്രിസ്ത്യൻ ഫ്രണ്ട്സിനെ അറിയായിരിക്കും സെൻറ്റ് ആൻ്റണി. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് സെൻറ്റ് ആൻ്റണി സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ആ സൈഡിലേക്ക് ചെന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഈ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റും അതുപോലെയുള്ള കെയറും കിട്ടി. അതുകൊണ്ടാണ് നമ്മളിതിനെ സെൻറ്റ് ആൻ്റണീസ് ഫയർ പറയണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് കൂടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസ് തുടങ്ങി അതിനെ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതാണ് അദ്ദേഹത്തിൻ്റെ പേരായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം കൂടി എർഗോട്ടിൽ വന്നത്. അതിനുശേഷം കണ്ടുപിടിച്ചു ഈ എർഗോട്ട് സ്മോളർ കോൺസെൻട്രേഷനിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ നമുക്ക് ഡ്രഗായിട്ട് പല ഡിസീസസിനും യൂസ് ചെയ്യാന്നുള്ളത്. അങ്ങനെയാണ് ഓക്സിറ്റോസിസ് ആയിട്ട് നമ്മുടെ എർഗോട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിച്ചത്. നമുക്ക് ബാക്കി എർഗോട്ടിൻ്റെ ഫാർമക്കോഗ്നോസ്റ്റിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എർഗോട്ടിൻ്റെ സിനോണിംസ് ആണ് ഫസ്റ്റ്. അപ്പോൾ എർഗോട്ട്, റൈ എർഗോട്ട്, സിഗാലെ കോർണറ്റം, സ്പ്രാഡ് റൈ, എർഗോട്ട് ഓഫ് റൈ, എർഗോട്ട, ഇതൊക്കെയാണ് എർഗോട്ടിൻ്റെ സിനോണിംസ്. ബയോളജിക്കൽ സോഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എർഗോട്ടിൻ്റെ ബയോളജിക്കൽ സോഴ്സാണ്. Ergot is the dried sclerotium of a fungus Claviceps purpurea belong to family Claviciptaceae. അപ്പോൾ എർഗോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാവിസെപ്സ് പർപ്യൂരിയ പറഞ്ഞിട്ടുള്ള ഫംഗസിൻ്റെ ഡ്രൈഡ് സ്ക്ലീറോഷിയാണ്. അതെന്താണെന്നുള്ളത് മുന്നോട്ട് പോകുമ്പോൾ വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് നമ്മുടെ ഒരു റൈ പ്ലാന്റിനാണ് വളരണത്. ഈ റൈ പ്ലാന്റിൻ്റെ ഓവറിയിലാണ് എന്ത് ഡെവലപ്പ് ചെയ്യണത്, ഈ ഫംഗസ് ഡെവലപ്പ് ചെയ്യണത്. ആ പ്ലാന്റാണ് സീക്കാലേസീരിയാൽ പോയസിയ ഫാമിലിയിലുള്ളതാണ്. ഇനി ഇതിൻ്റെ ജോഗ്രഫിക്കൽ സോഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കോസ്ലോവേക്കിയ, അതുപോലെ ഹംഗറി, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഫ്രാൻസ്, യൂഗോസ്ലാവിയ, സ്പെയിൻ, റഷ്യ, ഇന്ത്യ. നമ്മുടെ തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ ഏരിയയിലും ഈ എർഗോട്ട് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൾട്ടിവേഷൻ ആൻഡ് കളക്ഷനിലേക്ക് പോകുമ്പോൾ മിക്കപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലൈഫ് സൈക്കിൾ ഓഫ് ഫംഗസ് അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ ഓഫ് എർഗോട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ മെയിനായിട്ട് ഈ ക്ലാവിസെപ്സ് പർപ്യൂരിയ അല്ലെങ്കിൽ ഈ ലൈഫ് സൈക്കിൾ ഓഫ് ഫംഗസിന് 3 സ്റ്റേജാണുള്ളത്. First one Specialia or honeydew or asexual stage. Second one Sclerotium or Aspergillus or sexual stage. Third one Ascospore stage. അപ്പോൾ ഈ 3 സ്റ്റേജും എന്താണെന്ന് മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് ഫംഗസിൻ്റെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ എർഗോട്ടിൻ്റെ ലൈഫ് സൈക്കിൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ സ്പെഷ്യലിയ ഓർ ഹണിഡ്യൂ ഓർ അസെക്ഷൽ സ്റ്റേജ്. നമ്മുടെ ഈ പ്ലാന്റ്, നമ്മുടെ റൈ പ്ലാന്റ് നട്ട് അതിൻ്റെ ഫ്ലവറിങ് സീസൺ ആവുക പറയണത് സ്പ്രിംഗ് സീസണിലാണ്.
ഈ സ്പ്രിംഗ് സീസണിലായിരിക്കും ഈ ഫംഗസിൻ്റെ സ്പോറ് ഇതിനെ അഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഫംഗസിൻ്റെ സ്പോറ് ഈ പ്ലാന്റിലേക്ക് വരുന്നത് സ്പ്രിംഗ് സീസണിലായിരിക്കും. അപ്പോൾ ഈ പ്ലാന്റിലാണെങ്കിൽ പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയോളം അത് വാടാതെ നിൽക്കും. ഒരാഴ്ച കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും, പോയി കഴിഞ്ഞതിന് ശേഷം അതിൽ ബാക്കി ധാന്യങ്ങൾ ഉണ്ടായി തുടങ്ങും. അപ്പോൾ ഈ സ്പോർസ് നമ്മുടെ സാധാ പ്ലാന്റ്സിൻ്റെ കേസിലെ പോലെ തന്നെ ഈ സ്പോർസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് വിൻഡ് അല്ലെങ്കിൽ ഇൻസെക്റ്റ് ആയിരിക്കും. അത് ക്യാരി ഔട്ട് ചെയ്ത് വന്നിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ ഓവറിയുടെ താഴെ കൊണ്ടുവന്ന് വയ്ക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫെർട്ടൈൽ ആവാനായിട്ടുള്ള ഏരിയ ഓവറിയുടെ അവിടെയാണ്. അവിടെ കുറച്ച് മോയ്സ്ചർ പ്രസൻ്റ് ആണ്. അപ്പോൾ ഈ സ്പോർ അവിടെ വന്നതിന് ശേഷം ജെർമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. ജെർമിനേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിലമെൻ്റസ് ഹൈഫേ ഫോം ചെയ്യും. അത് ഓവറിയുടെ അകത്തേക്ക് എൻസൈമാറ്റിക് ആക്ഷൻ വഴിയായിട്ട് എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറിയുടെ സർഫസിലെല്ലാം ഒരു വൈറ്റ് മാസായിട്ടുള്ള സോഫ്റ്റ് പ്രോഡക്റ്റ് ഫോം ചെയ്യും. അതാണ് ഹണി ഡ്യൂ. ഈ ഹണി ഡ്യൂ ഉണ്ടാവുന്ന സ്റ്റേജാണ് സ്പെസീലിയ സ്റ്റേജ്. ഈ സ്റ്റേജിൽ ഈ ഹണി ഡ്യൂവിൻ്റെ അകത്ത് ഇഷ്ടംപോലെ റെഡ്യൂസിങ് ഷുഗേഴ്സ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഓവൽ കൊണീഡിയോഫോർസ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഈ കൊണീഡിയോഫോർസ് ഹണി ഡ്യൂവിൻ്റെ അകത്ത് സസ്പെൻഡായി കിടക്കും. ഈ ഹണി ഡ്യൂ എന്ത് ചെയ്യും, നല്ല സ്വീറ്റ് ടേസ്റ്റാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള ഇൻസെക്ട്സും ആൻസും ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഈ ഹണി ഡ്യൂ കുടിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഹണി ഡ്യൂ സക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് ബാക്കിയുള്ള പ്ലാന്റിൻ്റെ അകത്തേക്ക് ഇൻഫെക്റ്റഡ് ആക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെഷ്യലി അല്ലെങ്കിൽ ഹണി ഡ്യൂ ഓർ അസെക്ഷൽ സ്റ്റേജ് പറഞ്ഞാൽ. ഇനി സെക്കൻഡ് സ്റ്റേജ് പറഞ്ഞാൽ സ്ക്ലീറോഷ്യം അല്ലെങ്കിൽ ആസ്ജിറസ് ഓർ സെക്ഷൽ സ്റ്റേജാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റേജിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലിയ സ്റ്റേജസിൽ നമ്മുടെ ഈ വൈറ്റ് മാസ് ഉണ്ടാവുന്നത് വോൾ ഓഫ് ഓവറിയുടെ അവിടേക്ക് മാത്രമേ എൻ്റർ ചെയ്യുള്ളൂ. അതിൻ്റെ വീണ്ടും ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേജിലാണ്. ഇപ്പോൾ വോൾ ഓഫ് ഓവറിയിൽ നമ്മുടെ സ്പെഷ്യലിയ വന്നിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹണി ഡ്യൂ ഒക്കെ ഫോം ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇതെന്ത് ചെയ്യും, പയ്യെ പെൻട്രേറ്റ് ചെയ്തിട്ട് ഓവറിയുടെ ഉള്ളിലേക്ക് പോകും. അതിനുശേഷം ഇന്നർ പാർട്ട് ഓഫ് ഒവേറിയൻ ഇഷ്യൂസിനെ എല്ലാം ഇത് കൺസ്യൂം ചെയ്തിട്ട് ഒരു ഡാർക്ക് പർപ്പിൾ ഹാർഡ് ടിഷ്യൂ ആയിട്ട് മാറും. അതിന് നമ്മൾ സ്യൂഡോ പാരൻകൈമ പറയും. ഈ ഒരു സ്റ്റേജാണ് നമ്മുടെ ഫംഗസിൻ്റെ റെസ്റ്റിംഗ് സ്റ്റേറ്റ്. അതായത് നമ്മുടെ പ്ലാന്റ്സിലൊക്കെ, സാധാരണ നമ്മുടെ വീടുകളിലുള്ള പ്ലാന്റ്സിലൊക്കെ ബട്ടർഫ്ലൈസ് വന്നിട്ട് പ്യൂപ്പേ സ്റ്റേജ് ഫോം ചെയ്യാറുണ്ട്, റെസ്റ്റിംഗ് ഫേസ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫംഗസിൻ്റെ റെസ്റ്റിംഗ് ഫേസാണ് ഇത്. അതിനുശേഷം സമ്മർ സീസൺ ആകുമ്പോഴേക്കും ഇതിൻ്റെ സൈസൊക്കെ ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ഇത് എന്ത് ചെയ്യും, നമ്മുടെ റൈ പ്ലാന്റിൻ്റെ അപ്പെക്സിലേക്ക് പോയിട്ടിരിക്കും. അപ്പോൾ ഈ ടൈം ആകുമ്പോഴേക്കും നല്ല ബ്രൗൺ കളറിൽ നമുക്കിതിനെ കാണാൻ പറ്റും. ആ സമയത്ത് മെഷീൻസ് അല്ലെങ്കിൽ സാധാ ഹാൻഡ്സ് വഴിയായിട്ട് നമുക്കിതിനെ കളക്ട് ചെയ്യാം. അതിനുശേഷം മോയ്സ്ചറൊക്കെ കളഞ്ഞിട്ട് എർഗോട്ടിനെ നമുക്ക് ഡ്രൈ ചെയ്തിട്ടെടുക്കാം. അടുത്തതാണ് തേർഡ് സ്റ്റേജ്, ആസ്കോപോസ് സ്റ്റേജ്. എർഗോട്ട് നമ്മൾ കളക്ട് ചെയ്തില്ല, മെഷീൻസ് അല്ലെങ്കിൽ ഹാൻഡ് വെച്ചിട്ട് കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇതിൻ്റെ റീപ്രൊഡക്ഷൻ നടക്കും അല്ലെങ്കിൽ എന്നുള്ളതാണിത്. അപ്പോൾ ഇതിൽ കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊഴിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ചാടും. അടുത്ത സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ അവരെന്ത് ചെയ്യും, സ്റ്റേക്ക്ഡ് ആയിട്ടുള്ള പ്രൊജക്ഷൻസ്, അതായത് സ്ട്രോമ ഉണ്ടാവും. ആ സ്ട്രോമയുടെ അറ്റത്തെല്ലാം ചെറിയ ഗ്ലോബുലർ ഹെഡ്സ് ഉണ്ടാവും. ആ ഗ്ലോബുലർ ഹെഡ്സിൻ്റെ അകത്തും ലാർജ് നമ്പർ ഓഫ് ഫ്ലാസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള പോക്കറ്റ്സ് ഉണ്ടാവും. അതിന് നമ്മൾ പെരിതീഷ്യ പറയും. ഈ പെരിതീഷ്യയുടെ അകത്തും ചെറിയ സാക്ക് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു എട്ടോളം ത്രെഡ് ലൈക്ക് ആസ്കോപോസ് ഉണ്ടാവും. ഈ ആസ്കോപോസ് ആണ് നമ്മുടെ സ്പോർസ്, നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, വിൻഡ് അല്ലെങ്കിൽ ആൻഡ് അല്ലെങ്കിൽ ഇൻസെക്റ്റൊക്കെ ക്യാരി ഔട്ട് ചെയ്യണ സ്പോർസ്. അപ്പോൾ ഈ ആസ്കോപോസ് ഇൻസെക്റ്റ് അല്ലെങ്കിൽ വിൻഡ് എന്ത് ചെയ്യും, ഒരു പ്ലാന്റിൽ നിന്ന് അടുത്ത പ്ലാന്റിലേക്ക് കൊണ്ടുപോകും. ഈ സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് ലൈഫ് സൈക്കിൾ ഓഫ് എർഗോട്ടിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ് വൺ ഇതിൻ്റെ മാക്രോസ്കോപ്പിയാണ്. ഇതിൻ്റെ സ്ക്ലീറോഷ്യത്തിൻ്റെ സൈസ് പറയുമ്പോൾ 1 to 4 cm ലെങ്ത്തും 2 to 7 mm ബ്രോഡായിരിക്കും. ഷേപ്പ് പറയുമ്പോൾ ഫ്യൂസിഫോം ആയിരിക്കും, ഫ്യൂസ്ഡ് ഫോം ആയിരിക്കും. അവർ സ്ലൈറ്റ്ലി കാർവ്ഡ് ആയിരിക്കും, സബ് സിലിണ്ട്രിക്കൽ ആയിരിക്കും. രണ്ട് എൻഡിലും ടാപ്പറിങ് ആയിരിക്കും. ഔട്ടർ സർഫസ് പറയുമ്പോൾ ഡാർക്ക് വയലറ്റ് കളറായിരിക്കും. അതുപോലെ സർഫസിൻ്റെ ചെറുതായിട്ടുള്ള ഫ്രാക്ചേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഓർഡറും അൺപ്ലസൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ റൈ പ്ലാന്റിൽ ഇൻഫെക്റ്റഡ് ആയിട്ട് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഈ കാട്ടിയിരിക്കുന്നത്. ഇതിൽ കാണാൻ പറ്റും, ഡാർക്ക് കളറിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പോർഷൻസ് കാണാൻ പറ്റും. ഇനി ഇതിൽ മെയിനായിട്ടുള്ള കെമിക്കൽ കോൺസിസ്റ്റൻസ് ആൽക്കലോയിഡ് ആണ്.
അപ്പോൾ എളുപ്പമാണ് ഇതിൻ്റെ ആൽക്കലോയിഡ്സ് പഠിക്കാൻ. വാട്ടർ സോലുബിൾ ആയിട്ടുള്ള എർഗോമെട്രിൻ ഗ്രൂപ്പും വാട്ടർ ഇൻസോലുബിൾ ആയിട്ടുള്ള എർഗോട്ടാമിൻ ഗ്രൂപ്പും വാട്ടർ ഇൻസോലുബിൾ ആയിട്ടുള്ള എർഗോടോക്സിൻ ഗ്രൂപ്പ്സും പ്രസൻ്റ് ആണ്. എർഗോമെട്രിൻ ഗ്രൂപ്പിൻ്റെ അകത്ത് എർഗോമെട്രിൻ അതുപോലെ എർഗോമെട്രിനിൻ ഈ രണ്ടെണ്ണം പ്രസൻ്റ് ആണ്. എർഗോട്ടാമിൻ ഗ്രൂപ്പിൻ്റെ അകത്ത് എർഗോട്ടാമിനിൻ എർഗോസിനിൻ ഇത്രയും പ്രസൻ്റ് ആണ്. ഇതുപോലെ എർഗോടോക്സിൻ ഗ്രൂപ്പിൻ്റെ അകത്ത് എർഗോക്രിസ്റ്റിൻ എർഗോക്രിപ്റ്റിനിൻ എർഗോകോർണിനിൻ ഇത്രയും കെമിക്കൽ കോൺസിസ്റ്റൻസ് പ്രസൻ്റ് ആയിരിക്കും. എർഗോടോക്സിനിൻ ഗ്രൂപ്പിൽ അവർ വാട്ടർ ഇൻസോലുബിൾ ഗ്രൂപ്പാണ്. ഇത് കൂടാതെ ലൈസർജിക് ആസിഡ്സിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ആൽക്കലോയിഡ്സ് എല്ലാം ഫിസിയോളജിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഹിസ്റ്റമിനിൻ തൈറാമിൻ അങ്ങനെ തുടങ്ങിയ അമിനോ ആസിഡ്സ് ഉണ്ടാവും. പുട്രിസിൻ അതുപോലെ കാഡാവറിൻ ആഗ്മാറ്റിൻ അമിനോ ആസിഡ്സ് കളറിംഗ് മാറ്റർ ഇതൊക്കെ പ്രസൻ്റ് ആണ്. സ്റ്റിറോൾസ് ആയിട്ടുള്ള എർഗോസ്റ്റിറോളും ഫ്യൂസിസ്റ്ററോളും പ്രസൻ്റ് ആണ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ സ്ട്രക്ചേഴ്സ്. നെക്സ്റ്റ് ഇതിൻ്റെ എങ്ങനെയൊക്കെ കെമിക്കൽ ടെസ്റ്റ് പെർഫോം ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ UV ലൈറ്റിൻ്റെ പ്രസൻസിൽ എർഗോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ റെഡ് കളർ ഫ്ലൂറസെൻസ് തരും. ഇതുപോലെ ക്ലോറോഫോമും സോഡിയം കാർബണേറ്റും വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്ത എർഗോട്ട് എടുക്കുക. അതിലേക്ക് അതിൻ്റെ ക്ലോറോഫോം ലെയർ എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക. ആ ക്ലോറോഫോം ലെയർ സെപ്പറേറ്റ് ചെയ്തതിലേക്ക് പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡും സൾഫ്യൂരിക് ആസിഡും 5% ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷനും ആഡ് ചെയ്യുക. ഡീപ്പ് ബ്ലൂ കളർ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കുക ഇത് എർഗോട്ട് തന്നെയാണ് എന്നുള്ളത്. ഇനി ഇതിൻ്റെ യൂസിലേക്ക് വരുമ്പോൾ ഇത് ഓക്സിഡോസിസ് ആണ്, വാസോ കൺസ്ട്രക്ടർ ആണ്, അബോർട്ടിഫേഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ ഡെലിവറിയിൽ പോസ്റ്റ്പാർട്ടം ഹെമറേജ് തടയാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. മൈഗ്രെയിൻ ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഡെലിവറിക്കകത്ത് ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. യൂട്രൈൻ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും പോസ്റ്റ്പാർട്ടം ഹെമറേജ് പ്രിവെൻറ്റ് ചെയ്യാനും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എർഗോട്ട് ഓഫ് വീറ്റ്, എർഗോട്ട് ഓഫ് ബാർലി, എർഗോട്ട് ഓഫ് ഓട്സ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഓൾ.